ഹലോ. അപ്പൊ ഞാനൊരു കല്യാണത്തിന് പോവാണ്, വ്ലോഗ് എടുക്കാന്ന് വെച്ചു. ഈ ക്യാമറ ആംഗിൾ പിടിക്കുന്നോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇവിടെയാണ് ഒരു സൗകര്യം ഉള്ളത്. ഈ മിററും ഉണ്ട്, പിന്നെ പ്ലഗ് കുത്താൻ സ്ഥലമുണ്ട്, എല്ലാം കൂടെ ഓൺ ആയിട്ടുണ്ട്. ഓണാണെന്നറിയില്ല, ഇവിടെ ലൈറ്റ് മിന്നി മിന്നി കത്തുന്നുണ്ടോ? അപ്പൊ ഇത് പവർ ബട്ടൺ ഓൺ ആക്കുമ്പോഴത്തേക്കും ബാക്കി ഇത് കത്തും. ഞാനിപ്പോ 4-ലാണ് ഇട്ടേക്കുന്നത്, 5-ൽ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. ബി ബ്രാൻഡിന്റെ ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഹീറ്റ് കൊടുക്കുന്നതിന് മുമ്പിട്ട് ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ മീൻസ് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്ന ബ്രൈഡിന്റെ പേര് സോഫിയ യൂജിനാണ്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് 20 വർഷത്തിലധികം ആകുമെന്നാണ് എനിക്കൊരു വിശ്വാസം. ഞാൻ 7-ാം ക്ലാസ്സിലും സോഫിയ 5-ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴത്തേക്കാണ് പരിചയപ്പെടുന്നത്. ഞാനിപ്പോൾ ഈ കഥ പറയുന്നത് മുഴുവൻ അതായിരുന്നു കേട്ടോ. പിന്നെ വോയിസിന്റെ ക്ലാരിറ്റി കുറവ് കാരണം ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് ജസ്റ്റ് പരിചയപ്പെട്ടാണ് ആദ്യമായിട്ട്. ഞാൻ സോഫിയ, വീട്ടുകാർ തമ്മിൽ ചെറിയ പരിചയമൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മമ്മി സെയിം നാട്ടുകാരിയാണ്, ആ നാട്ടുകാരിയാണ് മമ്മിയുടെ നാടായിരുന്നത്. പിന്നെ സോഫിയയുടെ മൂത്ത ചേച്ചി എൻ്റെ ചേച്ചി തമ്മിലുള്ള സെയിം നെയിമിലുള്ള സെയിം ട്യൂഷൻ സെന്ററിലുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ കൂടെ ഇവർക്ക് പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരുമായിട്ടും കമ്പനിയില്ലായിരുന്നു ആ നാട്ടിൽ, മമ്മിയുടെ നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഫ്രണ്ടാണ് സോഫിയ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ജസ്റ്റ് പരിചയപ്പെട്ടു, ഹായ് ബൈ റിലേഷൻ ആയിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ ഗ്രാജുവലി വളർന്നു വളർന്നു നമ്മൾ 20 വർഷമായിട്ട് പരിചയം വരുമ്പോൾ അറിയാമല്ലോ, പിന്നെ അത് സിസ്റ്റർലി ഫീലിംഗ് ആയി. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ആ സിസ്റ്റർലി അഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സ്കൂളിൽ ചെന്ന് തുടങ്ങിയില്ലേ, അല്ല സോഫി സ്കൂളിൽ വന്നില്ല, ആ ഒരു ടൈമിൽ തന്നെ എല്ലാവരും എൻ്റെ സിസ്റ്ററാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സിസ്റ്റർ അല്ലാന്ന് പറയുമ്പോഴത്തേക്കും കസിനാന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താ കാരണമെന്ന്, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് വേറെ കാര്യം, എനിക്ക് സോഫിയക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അപ്പം അല്ലാന്ന് പറയുമ്പോഴത്തേക്കും ഡൗട്ടാണ് ആൾക്കാർക്ക്, പിന്നെ നിങ്ങൾ അങ്ങനെ ഒരുപോലെ ഇരിക്കുന്നു. പക്ഷെ ആക്ച്വലി നമുക്ക് എന്തൊക്കെ തോന്നിയില്ല നമ്മൾ ഒരുപോലെ ഇരിക്കുന്നതായിട്ട്. പക്ഷെ സ്കൂളിൽ ഞാൻ 7 മുതൽ +2 കഴിയും വരെ സോഫി എൻ്റെ സിസ്റ്റർ എന്നാണ് ഒരു വലിയ കൂട്ടം ആൾക്കാർ, മീൻസ് എൻ്റെ അടുത്ത് പരിചയപ്പെട്ട് കാര്യം പറഞ്ഞിട്ടുള്ള ഒരുപാട് സോഫി കണ്ടിട്ടുള്ളവരും കൂടെ ചേർത്തിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതും വിശ്വസിച്ചിട്ടുള്ളതും ഒരുപാട് ഒരു സിസ്റ്ററാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിശേഷം പറയും സോഫിയുടെ. അപ്പോൾ അങ്ങനെയായിരുന്നു. അതൊന്നുമല്ല കേട്ടോ സിസ്റ്റർലി അഫെക്ഷൻ വരാനുള്ള കാരണം, നമ്മൾ തമ്മിലുള്ള പരിചയപ്പെട്ട് നമുക്ക് വൈബ് മാച്ചായി. പ്രത്യേകിച്ച് പറയാൻ എനിക്ക് അവിടെ ആരും കൂട്ടൊന്നുമില്ലായിരുന്നു ആ നാട്ടില്. ഇങ്ങനെ പക്കാ സ്ട്രൈറ്റ് ആയില്ല, പക്ഷെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. ഇത് വേവി ഹെയർ ആണ്, അല്ലാണ്ട് ഭയങ്കര ചുരുളല്ല, ഭയങ്കര ചുരുണ്ട ഹെയർ ഒന്നുമില്ല. അപ്പൊ ക്രിസ്ത്യൻ മാരേജ് ആയതുകൊണ്ട് നമ്മൾ ആർഭാടമായിട്ട് ഇടുന്നില്ല, സിമ്പിൾ ആയിട്ട് ഇടുന്നുള്ളൂ. ഞാൻ ഇടാൻ വെച്ചിരുന്ന ഡ്രസ്സ് ഇടുന്നില്ല, വേറെ ഇടുന്നുണ്ട്. കാരണം ഇടാൻ വെച്ചിരുന്ന ഡ്രസ്സ് ഭയങ്കര ലൈറ്റ് ആണ്, ബസ്സിനാണ് പോകുന്നത്. ബസ്സിന് ഇവിടെ നിന്ന് പോയി എത്തുമ്പോഴേക്കും ആ ഡ്രസ്സിന് വേറെ എന്തെങ്കിലും കളർ പിടിച്ചാലേ. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടല്ലോ, ഇവിടെ വാൾപേപ്പർ, ഇവിടെ വാൾപേപ്പർ, ഇടയ്ക്ക് വാൾപേപ്പർ ഇല്ല. അത് ഞാനിങ്ങനെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു മോട്ടിവേഷൻ കിട്ടി ചുമര് ഡെക്കറേറ്റ് ചെയ്യാൻ. ഇടയ്ക്ക് വെച്ച് ആ മോട്ടിവേഷൻ തീർന്നു പോയി. അതിനുശേഷം ഒന്നും ഒരു മോട്ടിവേഷൻ തിരിച്ചു കിട്ടില്ല. ഇനി എന്തെങ്കിലും ഒരിടത്ത് ഒരു സുപ്രഭാതത്തിൽ മോട്ടിവേഷൻ തിരിച്ചു കിട്ടുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ബാക്കി മേലെ കഴുകി ചായ ആയിട്ടുണ്ടാവും. ഇവിടെ ചായ പാല് കൊണ്ടുവരുമ്പോൾ 7 മണിയാവും. ഇവിടെ പാല് കൊണ്ടുവരുമ്പോൾ 7 മണിയാവും. ചില സമയത്ത് കൊണ്ടുവരത്തില്ല, ചിലപ്പോൾ ലേറ്റ് ആവും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അറിയില്ല. ചായ ആയെങ്കിൽ ചായ കുടിക്കണം, എന്നിട്ട് പോയി മേലെ എഴുതണം. ചായ ആയില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി മേലെ എഴുതുന്നേക്കും. ഇത് സംഭവം എന്നറിയാമോ, ഞാൻ മുമ്പ് ഇവിടെ ഇങ്ങനെ വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഡ്രാമ ചൈനക്കാരൊക്കെ വെട്ടിയിട്ടു അങ്ങനെ വെട്ടിയിട്ട് അത് വളർന്നു. പക്ഷെ ഞാൻ ഇത് വെട്ടുന്നില്ല, കാരണം ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ ലേഴ്സിനൊക്കെ കൂടെ ഒന്ന് വളർത്തിയിട്ട് സ്ട്രൈറ്റ് കട്ട് ഓഫ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം സ്ട്രൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൂടെ ഇങ്ങനെ വന്ന് വീഴും. അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ക്ലിപ്പും വെച്ചാണ്. അപ്പം ഞാൻ എന്താ ചെയ്യട്ടെ കേട്ടോ. ഈ സമയം എനിക്കൊരു കൂട്ടുണ്ട് കേട്ടോ പോകാനായിട്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരുങ്ങുമ്പോൾ പറയാം ബാക്കി വിശേഷം, അത് പെട്ടെന്ന് റെഡിയാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റ്. അപ്പൊ ഇത് ഒരു ജോർജറ്റ് മെറ്റീരിയലുള്ളതാണ്. പുള്ളിയും കുത്തി വെക്കേണ്ടതാണ്. അഴുക്ക് ബസ്സിൽ പോകുമ്പോൾ എങ്ങാനും അഴുക്കായാലും കുഴപ്പമില്ല. എനിക്ക് അത്ര ഇഷ്ടമൊന്നും ആയിട്ടില്ല. കല്യാണത്തിനിടാൻ പക്ക പെർഫെക്റ്റ് അല്ല, ഞാൻ പറഞ്ഞില്ലേ. ബസ്സിൽ പോകുന്ന സ്ത്രീക്ക് ഞാൻ പറ്റുമോ. ഞാൻ വേറെ എടുത്ത ഡ്രസ്സ് ഞാൻ വിചാരിച്ചു നീ ലെങ്തിന്റെ തൊട്ട് താഴെ ഒരു ഹാഫ് ലെങ്ത് ആയിരിക്കും, പക്ഷെ അത് ആംഗിൾ ലെങ്ത് ഉണ്ട്. അപ്പൊ അത് ബസ്സിലിട്ടിട്ട് പിന്നെ പടിയൊക്കെ കയറിക്കുമ്പോൾ അത് ഡ്രസ്സിൽ ചവിട്ടും കിട്ടും, ചിലപ്പോൾ തട്ടി വീഴും. ഓ വിളിച്ചോണ്ട് പോകുന്നു ഇലക്ഷൻ പ്രചരണം, പെട്ടെന്ന് റെഡി ആകട്ടെ. എനിക്ക് 9 മണിക്ക് പേട് എത്തണം, അല്ല സോറി വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് റെഡി ആവുന്നത്. അതിന് 6:45 പതുക്കെ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ.
ദെൻ എനിക്ക് പെട്ടെന്ന് റെഡിയായി 2 മണിക്കൂറിനുള്ളിൽ സർവ്വ പരിപാടിയും ചെയ്തിട്ട് റെഡിയായി പോകണം. മേക്കപ്പ് എല്ലാം അതുകൊണ്ട് തട്ടിക്കൂട്ടാണ് കേട്ടോ, സർവ്വ തട്ടിക്കൂട്ടാണ്. അപ്പോൾ എനിക്ക് സോഫിയുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക്. അതിൽ ഷിനു എന്ന് പറയുന്ന വെളിനാടുള്ളൊരു കുട്ടി വെളിനാട് നിന്ന് പേയാട് ബസ്സിൽ കയറി, പേയാട് വഴുതക്കാട് ബസ്സിൽ കയറും, വഴുതക്കാട് വെച്ചാണ് കല്യാണം. അപ്പോൾ നമ്മൾ എന്നിട്ട് ഞാൻ വഴുതക്കാട് അല്ല പേയാടെന്ന് ബസ്സിൽ കയറി, ഞാൻ മലയങ്കിയാണല്ലോ. ഞാൻ ഷിനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 11 മണിക്ക് അവിടെ എത്തിയാൽ മതി. പക്ഷേ ഷിനു 10:30 എത്തി. ഞാൻ അവസാനം പെർഫ്യൂം പോലും അടിക്കാതാണ് പോയി. അത്രയ്ക്ക് പ്രാളപ്പെട്ട് എങ്ങനെയൊക്കെ റെഡിയായി പോയി. ഫുൾ മേക്കപ്പ് ഒലിച്ചും പോയിട്ടുണ്ടായിരുന്നു എത്തുമ്പോഴത്തേനും. ഇതിടണോ ഇതിടണോ ഇതിടണോ? ഇത് ഭംഗിയില്ലല്ലേ? പിന്നെ ഇവര് വേണ്ടവരും ഇത് ഇതൊന്ന് ഇതാണോ ഭംഗി? ഇതാണോ ഭംഗി? ഇത് കുറച്ചുകൂടെ എടുത്ത് നിൽക്കുന്നു അല്ലേ മുടിക്കകത്ത് വരുമ്പം. പക്ഷെ വാച്ച് ഇതൊക്കെ ചേരും. ഇതിട്ടാ നിങ്ങൾക്ക് എന്ത് തോന്നിയത് കമന്റ് ഇടണേ. പിന്നെ വ്ലോഗ് വരുമ്പോൾ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും കമന്റ് ഇട്ടു. ഇപ്പൊ ഈ ഭംഗിയൊക്കെ കാണും. പക്ഷെ ഇത് ഞാൻ ജസ്റ്റ് വീട്ടിൽ നിന്ന് മലയങ്കിഴ വരെ പോകുന്നതാണ്, പൊട്ടൂരിപ്പോയി. എല്ലാം തട്ടിക്കൂട്ടാണല്ലോ, ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് പുറകെ. നമുക്ക് അവസാനം ഫോട്ടോ എടുക്കുന്ന നേരത്ത് ഒന്നും കാണത്തെ തന്നെ ഫേസിൽ. അങ്ങനെ പിന്നെ അതിന് AC ബസ് കിട്ടി ഫ്രം മലയങ്കിഴ ടു പേട. അപ്പോൾ സന്തോഷിച്ചു. പക്ഷേ പേയാട് ഞാൻ 25 മിനിറ്റോളം ചൂട് വെയിലത്ത് നിന്നായിരുന്നു. അതവിടെ എൻ്റെ മേക്കപ്പിൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ അന്ത്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഷീനു എന്ന ബസ് എത്താനായിട്ട് ലേറ്റായി. ഞാൻ ഷിനുവിനെ കണ്ടുമുട്ടി കുറെ കഴിഞ്ഞിട്ട് എനിക്ക് സീറ്റ് കിട്ടി ഷിനുവിൻ്റെ അടുത്തിന്. അപ്പോൾ ഇരുന്നിട്ട് കാര്യം പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ഷിനു ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. കൊച്ചിയിലായിരുന്നു. ഒരു 3 ദിവസം മുമ്പ് എന്താണ് വന്നത് ഇങ്ങോട്ടത്തേക്ക്. അപ്പോൾ വഴുതക്കാട് ഇറങ്ങിയിട്ട് നിൽക്കുവാണ്. ഇവിടെ നിന്ന് നടന്നിട്ടാണ് നമ്മൾ പള്ളിയിൽ പോകാൻ. പള്ളിയിൽ പോയി നമ്മൾ ഏറ്റവും പിറകിൽ മീൻസ് ചുമരിനോട് ചേർന്ന സീറ്റില്ല, അല്ലാതെ നോർമലി ഇട്ടിരിക്കുന്ന സീറ്റിൽ ഏറ്റവും പിറകിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ എൻ്റെ പിറകിൽ ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാറ്റടിച്ചടിച്ച് എൻ്റെ സ്ട്രൈറ്റനിങ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അഗാരോടെ സ്ട്രൈറ്റനിങ് ബ്രഷ് ഒരു 4 മണിക്കൂറൊക്കെ തട്ടിക്കൂട്ടി നിൽക്കുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാം, നല്ല വെയിലും കാറ്റും ഒക്കെ അടിക്കുമ്പോഴത്തേക്കും കേട്ടോ. ഇതായിരുന്നു പള്ളിയുടെ പുറം. കാർമൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ചർച്ചായിരുന്നു. ഞാൻ ചർച്ചിന്റെ പേര് മറന്നുപോയി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ചർച്ചിന്റെ പുറത്തു നിന്നുള്ള വീഡിയോ. ചർച്ചിൽ നിന്ന് ആരാധന കഴിഞ്ഞിറങ്ങിയ ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും സെൽഫി വീഡിയോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എന്ന് വിചാരിച്ച് വന്നിരിക്കുന്ന കേട്ടോ ഇവള് മിക്കവാറും. പക്ഷെ ആക്ച്വലി വീഡിയോ ആയിരിക്കും. പിന്നെ വെൽക്കം ഡ്രിങ്ക് കഴിച്ചു. അപ്പോൾ ഞാൻ പാൽക്കേപ്പ് ജ്യൂസ് കുടിച്ചു. മൂടിയിരിക്കുന്ന നോക്കിയ അത് ബോൾ കിട്ടിയില്ല, അതിൻ്റെ എക്സ്പ്രഷനാണ്. പിന്നെ ഫ്രണ്ടിലുള്ള ഇത് എടുക്കുന്നുണ്ട്. സോഫി ഇതുവരെയും കാണിച്ചില്ലല്ലേ? സോഫിയുടെ പിറകെ എനിക്ക് കിട്ടുമായിരുന്നുള്ളൂ പള്ളിയിൽ ഇരിക്കുമ്പോഴത്തേക്കും. നിങ്ങൾക്ക് അറിയാലോ ചർച്ചിലുള്ള ഈ ഫംഗ്ഷൻ. അപ്പോൾ ഇത് ചന്തു പി, കാർത്തിക. ചന്തു പി സോഫിയുടെ കൂടെ പഠിച്ചത്. കാർത്തിക എൻ്റെ സ്കൂളിലെ ഫ്രണ്ടായിട്ടുള്ള നീതുവിൻ്റെ ഫ്രണ്ടായിരുന്നു കാർത്തിക. അങ്ങനെ വഴിയാണ് നമ്മൾ ഫ്രണ്ടായത്. ഇവർ നമ്മൾ കല്യാണം കഴിച്ചതൊക്കെ പിന്നെ ഞാൻ അറിഞ്ഞതില്ല, ഈ അടുത്താണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മീൻസ് എല്ലാവരും എനിക്ക് പരിചയമുണ്ട് ഓൾറെഡി സ്കൂൾ തൊട്ടേ, മീൻസ് 7ാം ക്ലാസ് തൊട്ട്. അപ്പോഴൊക്കെ ഇവരൊക്കെ 5-ലെത്തിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ സോഫി ഇതാ വരുന്നുണ്ട് കേട്ടോ. ഇതായിരുന്നു ഫുഡ്. നോൺ വെജും വെജും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാർത്തിക ഒഴിച്ച് ബാക്കിയുള്ളവരും നമ്മൾ നോൺ വെജ് ആയിരുന്നു. ഞാൻ 2 ചപ്പാത്തി, കപ്പ, ഒരു മീനിൻ്റെ കഷ്ണം, പിന്നെന്താ ചിക്കൻ, ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് കഴിക്കത്തില്ല, എന്താ പേര്, മട്ടൺ കഴിക്കത്തില്ല. പ്രത്യേകിച്ച് കാരണവും ഒന്നുമില്ല. എനിക്ക് ആടിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആടുമായിട്ട് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ കഴിക്കില്ല. വേറെ ആരും കഴിക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒത്തിരി നേരം കാര്യം പറഞ്ഞ് കഴിക്കുമായിരുന്നു. ഒരു മീറ്റപ്പ് പോലെയായിരുന്നു. കാരണം ഷീനുവിനെ ഞാൻ കാണുന്നത് ഒരു 3-4 വർഷത്തിന് ശേഷം. ഇനി കാർത്തികയെ ഞാൻ എത്രയോ 10 വർഷത്തിന് ശേഷമാണോ കാണുന്നതെന്ന് എനിക്കറിയില്ല. അതിന് ഇടയ്ക്കെങ്ങാനും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ചന്തുപ്പിയും എന്തായാലും ഒരു 4-5 വർഷത്തിൻ്റെ ഗ്യാപ്പ് എന്തായാലും നമ്മൾ തമ്മിൽ കണ്ടതിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മീറ്റപ്പ് പോലെ നടക്കുമായിരുന്നു, ഫുൾ കാര്യമൊക്കെ പറഞ്ഞ്. കാരണം നമ്മൾ കുഞ്ഞിലെ മുതലേ അറിയുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും നമ്മൾ ഈ കുഞ്ഞിലെ മുതലേ അറിയുന്നവരാകുമ്പോഴത്തേക്കും ഒരു ഇന്നസെൻ്റ് ആയിട്ടൊരു റിലേഷൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കരിയറോ നമ്മുടെ പഠിത്തമോ അങ്ങനെയുള്ള നമ്മുടെ പണം അങ്ങനെയുള്ള ഒരു കാര്യം അത് ബാധകമല്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങിയ റിലേഷൻ ആയതുകൊണ്ട് ഒരു പ്യൂരിറ്റി ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഐസ്ക്രീമും ഇത് ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നു. പക്ഷേ ആക്ച്വലി പൈനാപ്പിൾ പുഡിംഗ് ആയിരുന്നു ലാസ്റ്റ് അറിഞ്ഞു. പൈനാപ്പിളിൻ്റെ ഫ്ലേവർ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, പൈനാപ്പിൾ സ്ട്രോബെറി. എന്നിട്ട് ഞാൻ ഇരുന്ന് കഴിച്ചു. അത്രയ്ക്ക് അറിയില്ലായിരുന്നു ഇത് പൈനാപ്പിളിൻ്റെ ആയിരുന്നു.
പിന്നെ അവിടെ വന്നിട്ടുള്ള മറ്റേ ഈ കാറ്ററിംഗ് ബോയ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് പൈനാപ്പിൾ ആയിരുന്നു എന്ന്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായിട്ട് കഴിച്ചിട്ട് നമ്മൾ ഇത് കണ്ടോ ഇങ്ങനെ കേക്ക് മുറിക്കുന്ന സമയമായിരുന്നു. അപ്പം നമ്മൾ കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോഫിയ ബോയ് പിന്നെ സോഫിയയുടെ കല്യാണം കഴിച്ച ചെക്കൻ്റെ അമ്മയും സഹോദരിയാണെന്ന് എൻ്റെ ഓർമ്മ. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന സോഫിയയുടെ അച്ഛൻ സോഫിയയുടെ അമ്മ ഇടയിൽ നിൽപ്പുണ്ട്. സോഫിയയുടെ 2 ചേച്ചിമാർ, അവരുടെ 2 ഹസ്ബൻഡ് നിൽപ്പുണ്ട്. സോണി ചേച്ചി, സോജി ചേച്ചി. സോണി ചേച്ചിക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. ഞാൻ ലിങ്ക് താഴെ ആഡ് ചെയ്തിട്ടുണ്ടോ. ലിങ്ക് അല്ലെങ്കിൽ ഇത് എക്സ്പ്രഷൻ മാറി ഞാൻ ഫോട്ടോ എടുക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു ഒന്നിച്ചുള്ള ഫോട്ടോ കേട്ടോ. ഞാൻ വ്ളോഗൊക്കെ നിർത്തി ഫോട്ടോ എടുത്ത് കിട്ടിയ ഫോട്ടോ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഞാനെന്തോ പറഞ്ഞു, സോണി ചേച്ചിയുടെ കുറിച്ച്. സോണി ചേച്ചിയുടെ ഫോട്ടോഗ്രാഫിയുടെ പേജാണ്. ഞാൻ ലിങ്കോ പേജിൻ്റെ പേരോ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വേണമെന്നുള്ളവർക്ക് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ലുലുവിൽ പോകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് ലുലു മാളിൽ പോകാനായിട്ട് ഊബർ ഓട്ടോ പിടിച്ചു ലുലുവിൽ പോയി. കാരണം ഈ നമ്മുടെ ഷീനു ട്രിവാൻഡ്രത്ത് ലുലു മാൾ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് പോകുന്നത് പക്ഷെ നമ്മുടെ ഉദ്ദേശിച്ച് കറങ്ങലാണല്ലോ. മീൻസ് നമ്മളിങ്ങനെ ഫുൾ കണ്ട് കറങ്ങി നടക്കുന്നുണ്ട്. നമ്മൾ ലുലു മാളിൽ കാണാൻ പോയി ലുലുവിൽ നിന്ന് ഒരുപാട് സാധനം വാങ്ങിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മുടിയുടെ കഥ പറയുന്നു. ഷിനുവിൻ്റെ മുടി വൃത്തിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മുടി ഭയങ്കരമായിട്ട് പറന്ന്. അതൊക്കെ അകാരോടെ ബ്രഷിൻ്റെ എഫക്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഫുൾ മേക്കപ്പ് പോയി, ലിപ്സ്റ്റിക്കൊക്കെ പോയി. ഞാൻ എപ്പോഴാണ് അറിയുന്നത് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്ത് തന്നെ. ദെൻ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോവാണ്. ബാഗ് ടാഗ് ചെയ്ത ശേഷം ഇത് ഷിനുവിൻ്റെ ബാഗായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാനും കാർത്തികയാണ് കേട്ടോ പോകുന്നത്. ഞാനതിൽ ഭയങ്കര വണ്ണം തോന്നിക്കുന്നു. എനിക്ക് ഫിലിമീറ്റേഴ്സിൽ അല്ലെങ്കിൽ ഭയങ്കര കുറവൊന്നുമല്ല, എങ്കിലും എനിക്ക് ഇതിൽ എക്സ്ട്രാ തോന്നിക്കുന്നു എല്ലാം ഫീൽ ചെയ്തു. പിന്നെ ഷിനുവിൻ്റെ പെർഫ്യൂം നോക്കാനുണ്ടായിരുന്നു. പെർഫ്യൂം നോക്കിപ്പോയിട്ട് അപ്പുറത്തെ സൈഡിലാണ് അവൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അവളുടെ റൂംമേറ്റ് സെയിം പെർഫ്യൂം ഉണ്ട്, അത് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതുണ്ടല്ലോ ഏറ്റവും പിറകിലെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് തപ്പുവാണ്. എന്നിട്ട് അവസാനം നോക്കുമ്പോൾ 2 കയ്യിൽ 2 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ഫസ്റ്റ് എടുത്തത് ലാസ്റ്റ് എടുത്തതെന്ന് അറിയത്തില്ല. വാങ്ങിയിട്ട് ഇറങ്ങുള്ളൂ. നേരത്തെ ഉണ്ടല്ലോ അകത്തുനിന്ന് എടുത്തിട്ട് ഇപ്പുറത്തെ കയ്യിൽ വേറെ ഞാൻ നോക്കിയപ്പോ കുറെ കഴിഞ്ഞിട്ട് നിങ്ങളോട് സംസാരിച്ച് നോക്കിയപ്പോ ഈ വീഡിയോ എടുത്തതിന് പ്രത്യേകിച്ച് ഉദ്ദേശം നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ക്യൂട്ടല്ല, ഒരു കണ്ണിന് ഒരു കുളിർമ കിട്ടുന്നൊരു ഫീലിംഗ് കിട്ടി. അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ കണ്ടാൽ മതി, നിങ്ങൾ സ്കിപ്പ് ചെയ്തടിച്ചു. പിന്നെ അടുത്ത് കാണിക്കുന്ന ഇച്ചിരി ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. ഇതൊക്കെ എന്താണെന്നോട് എനിക്ക് മനസ്സിലാവുന്നില്ല നോക്കിയിട്ടിപ്പോൾ. ഇത് ഇങ്ങനെ കേക്കിൽ ഇങ്ങനെ കുത്തി നിർത്തുക. ഇവിടെ ഉണ്ടോ ഒന്നും കത്തിക്കേണ്ടത്. ഓയിൽ കത്തിച്ച് കഴിഞ്ഞാൽ വീണ്ടും കത്തും കേട്ടോ. അണയാണ്ട് ഊതിയാണ് വീണ്ടും കത്തും. മാജിക് ലാമ്പ് വെള്ളത്തിൽ അതെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പേന കിട്ടില്ല ഞാൻ ചത്തു. ജില്ലെന്നിരിക്കുന്ന അങ്ങനെ എന്തോ ഭയങ്കര കിടിലമാണ്. പക്ഷെ കിടിലല്ല, പഠിക്കും നന്നായിട്ട് പഠിക്കും. പക്ഷെ 5 വയസ്സ് വരെ ദൈവമേ ഇതൊക്കെ ഇട്ട് കൊടുക്കണോ? ബലൂൺ വിൽക്കുന്നു, പക്ഷെ മറ്റേ ഇതില്ലല്ലോ. ആ മെഴുകുതിരിയൊക്കെ നോക്കുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ തലേന്നാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയതായിരുന്നു. ഷിനുവിനെ ഇട്ട് പൊരിക്കുന്ന പാവ ഷിനു നല്ല ബ്രില്യൻ്റ് ആണ് കേട്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൊട്ടത്തിൽ അറിയാതൊക്കെ പറഞ്ഞോളേ. 800 എത്ര രൂപയുടെ പേനയല്ലേ? അതെ. ഈ ജില്ലി പുള്ളികളുടെ ഫ്രണ്ടിൽ മറ്റൊരു സാധനം വെച്ച് ആരും കണ്ട് പേന ചോദിച്ച് വരരുത് തരില്ല. അതുകൊണ്ട് പറഞ്ഞു പ്രത്യേകിച്ച്. അവിടെ വേറെ ലുലു കാണുമോ? അതിന് നീ കരയണ്ട. തിരിച്ച് വിലയും കൂടെ കാണിച്ചോ. ഞാൻ പറയൂല്ലെങ്കിലും. എത്രയായിരുന്നു വില? 840. ഈ പേന കിട്ടിയതോട് ജീവിത സഫലമായല്ലേ? നമ്മൾ വീണ്ടും കളിയാക്കുന്നതെന്നറിയാമോ? ഈ പേന കണ്ടപ്പോഴത്തേക്കും ഓടി ആക്രമണത്തോടെ പോയി എടുത്തിട്ട് പറയും, ഞാൻ എന്തൊക്കെ കുടുംബം വിറ്റിട്ടാലും ഈ പേന വാങ്ങിച്ചിട്ട് ഞാൻ എത്ര വർഷമായിട്ട് നോക്കുന്ന പേനാന്ന് പറയും. കുറേ ഡ്രാമിൽ ആക്ച്വലി അവൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടിയ സാധനമാണ്. പക്ഷെ നമുക്കത് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സാധനമല്ലല്ലോ. അപ്പോൾ നമുക്കതൊരു മീൻസ്
എക്സ്ട്രാ ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്, അല്ലാണ്ട് ആക്ച്വലി അവളുടെ റിയൽ റിയാക്ഷൻ ആയിരുന്നു. അവിടെ ഞാനും കാർത്തിയും കൂടെ ചുമ്മാ കളിയാക്കുവാണ് അതിൻ്റെ പേര് പറഞ്ഞ്. അവൾ വീണ്ടും വീണ്ടും കളിയാക്കിക്കൊണ്ടേയിരുന്നു. കാരണം അവൾ അത്രയും ഇങ്ങനെ നമ്മളെടുത്ത് പിന്നെയും ബ്രാൻഡിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുമായിരുന്നു എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ അതോടെ നമ്മൾ കുറച്ചുകൂടെ വീണ്ടും വീണ്ടും കളിയാക്കുന്നുണ്ടായിരുന്നു, അല്ലാണ്ട് ഓർമ്മയില്ല. പിന്നെ നമ്മളവിടെ ഫാൻസി സെക്ഷനില്ലേ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. 450 കറക്റ്റ്. ഒരു ഡസനാണോ? ഇത് ബ്ലാക്ക് കരിവെള്ള കുപ്പിവെള്ളയല്ല, താഴെ ഇത് ഇപ്പുറത്തെ ഒരു കുഞ്ഞു പിള്ളേർക്കുള്ള വെള്ളയാണ് കരിവെള്ള. നമുക്ക് ഇടുമ്പോൾ അത് ഭംഗി വരില്ല, ഒറ്റയായിട്ട് വരുമ്പോൾ. പിന്നെ ഇതിങ്ങനെ കാണുമ്പോഴാണ് ഈ ഭംഗി വരുന്നത്. ഇത് ഇഷ്ടമായി. നമുക്കിങ്ങനെ ചേർന്ന് കിടക്കും, ഇവിടെ ഒക്കെ വരുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ വൈറ്റ് ഉണ്ട്. ഇതിന്റെ വൈറ്റും ഉണ്ട്. ഇതിന്റെ വൈറ്റ് സൂപ്പർ ആയിരിക്കും. പക്ഷേ ഇത് 145, എനിക്ക് ഇതുകളിൽ 99 ഓർമ്മയുണ്ടോന്നു. ഓൺലൈനിൽ ട്രൈ ചെയ്യാനാ? അല്ല, മറ്റേ പോത്തീസിന്റെ അടുത്തുള്ള ഷോപ്പ് അല്ല, പക്ഷെ മറ്റേ സിൽവർ കളർ പോത്തീസിന്റെ അടുത്ത് കൊണ്ട് വിൽക്കില്ലേ, അത്. ഇത് 35 കുഴപ്പമില്ല. അതുപോലെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോയിൽ നല്ല കളക്ഷൻ ഉണ്ട്, പക്ഷേ എല്ലാം സമ്മർ വെയേഴ്സ് ആണ്. പക്ഷേ എനിക്ക് സമ്മർ വെയേഴ്സിനെ പറ്റി നല്ല അഭിപ്രായമാണ്. അതായത് നമ്മൾ 0 സൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു മിനിമം എല്ലിൻ്റെ ഡിസ്റ്റൻസ് കാണുമെന്ന് പറയരുത്. ശരിക്കും അവരെ കാണുമ്പോൾ കൊതിയാവും. ചൈനീസ് ഡ്രാമയൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ കുഞ്ഞ് ഇടും, ക്രോപ്പ് ടോപ്പ് ഇടത്തില്ലേ, ക്രോപ്പ് ടോപ്പ് ഇട്ടിട്ട് എന്നിട്ട് അവർ നല്ല വയറൊക്കെ നല്ല ചെറുതായിരിക്കും. അപ്പം എനിക്ക് എന്താ കാണുമ്പോഴത്തേക്കും പർപ്പിൾ ഇഷ്ടമുണ്ട്, പക്ഷെ പിങ്കിനോട് എനിക്കൊരു ഇഷ്ടം. എനിക്ക് ഗ്രീൻ ഇഷ്ടമില്ലാത്ത കാര്യം എന്നറിയാം, നമ്മുടെ സ്കൂൾ യൂണിഫോം ഗ്രീൻ കളറായിരുന്നില്ലേ, അങ്ങനെ എനിക്ക് ഗ്രീൻ ഇഷ്ടമല്ലാതായി. പിന്നെ എടുത്ത് ആരോ പറഞ്ഞ് എൻ്റെ ടോറ സോഡിയക് സൈനിന് ഗ്രീനാണ് ലക്കി കളർ, അതുകൊണ്ട് ഗ്രീൻ കൊണ്ട് കിടക്കുന്നത്. സോഡിയക് സൈനില്ലേ, അതെ ടോറസ്. ഇഷ്ടംപോലെ സമ്മർ വെയേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഒരു കാലാവസ്ഥയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ സമ്മർ വെയേഴ്സ് ചൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ഇട്ട് കിടക്കുമ്പോഴത്തേക്ക് അതിന് പിന്നെ വേറെ അർത്ഥങ്ങളാവും, പിന്നെ ഒരുപാട് തുറിച്ചു നോട്ടങ്ങൾ പ്രശ്നമാവും. പക്ഷെ നമ്മുടെ ഇത്രയും ചൂട് കാലാവസ്ഥയിൽ സമ്മർ വെയേഴ്സ് ഇടുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നീ പേടിക്കുന്നതല്ലേ പറഞ്ഞത്? ഒന്നിനും പേടിയില്ലെന്ന് പറഞ്ഞ ആളാണ് കുറെ മുന്നേ ഓട്ടം ഇറങ്ങിയപ്പോൾ. പിന്നെ ഒരു മിനിസോ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, കാരണം അവർ മിനിസോയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. എത്ര? 200 കുഴപ്പമില്ലല്ലേ? ഇനി നോട്ടിക്കാറ്റല്ലേ? ഷിനു ചാനലിന്റെ പേര് പറ ഷിനു. ആ, എല്ലാവർക്കും മനസ്സിലാവും. എന്താ പേര്? ഷീനു ഇവിടെ പേന എന്ത് വേണോ? അത് പെന്ന് താഴെ കിടക്കുന്ന. അത് ജെല്ല. ഇതിന്റെ ഒരു 12 കളർ ഞാൻ വാങ്ങിയത്. ഇതും പെന്നല്ലേ? അല്ലല്ലേ, ഇതിന് താഴെ ഇത് ക്രയോണാണോ? പെന്ന് ക്രയോണാണോ? കളേഴ്സ് ക്രയോണ. ഓ, ഇതെല്ലാം ഉണ്ടല്ലോ. മറ്റേ പെൻസിലിൻ്റെ ഇതുണ്ട്. എനിക്ക് ഈ പെൻസിലിൻ്റെ ഉപയോഗിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെയുള്ള പെൻസിൽ നമുക്ക് പടം വരയ്ക്കാൻ നല്ല ഷാർപ്പായിട്ട് വരയ്ക്കാൻ പറ്റും. റെക്കോർഡ് വരയ്ക്കാൻ ഞാൻ കണ്ടെടുക്കുമായിരുന്നു +1 +2 ഒക്കെ പഠിക്കുമ്പോൾ. ഇവിടെ കുറേ കളർ പെന്ന്, അത് ഓയിൽ പേസ്റ്റൽസ്. ഇതൊക്കെ അറിയാം. എനിക്കെല്ലാം പെന്ന്.
ഇത് ബ്രഷ് പെൻ. അയ്യോ ഇത് ക്രയോൺസ്, രസമുണ്ട്. പക്ഷേ ഇറേസബിൾ ക്രയോൺസ്. ഓ, ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഇതൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു തോന്നുന്നു. വാങ്ങിക്കാൻ പോവാണോ? ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ എൻ്റെ കളക്ഷനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എൻ്റെ കളക്ഷനിൽ ഇനി കാരണം ഇത് മോളും എല്ലാം ഒരെണ്ണം 5-നൊക്കെ കിട്ടും. ഒരെണ്ണം 5-നൊക്കെ ഇത് ഈ കുഞ്ഞു കുഞ്ഞു ചൈനീസ് മോളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുട്ടി ബ്രഷ് നമ്മൾ കയ്യിൽ പിടിക്കാനായിട്ട് കിട്ടില്ലല്ലോ. നമ്മൾ ബ്രഷിൻ്റെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് കൺട്രോൾ അത്രയും നന്നായിട്ട് കിട്ടും. പ്രോഡക്റ്റ് ഡെപ്പോസിഷൻ കൂടിക്കളയും. നമ്മൾ ബ്രഷ് ഇങ്ങോട്ട് നീക്കി പിടിച്ചാലാണ് ബ്രഷ് അങ്ങനെ നീക്കി പിടിച്ചാലേ പ്രോഡക്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തേക്കും ചന്തുപ്പി കാർത്തിക വിളിക്കാൻ വന്നു. പക്ഷേ നമ്മൾ എഗെയിൻ വീണ്ടും ഫുഡ് കോർട്ടിൽ പോയിട്ട് പിന്നെയും ടൈം കുറേ നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ചന്തുപ്പിയുടെ ട്രീറ്റ് ആയിരുന്നു കേട്ടോ. ചന്തുപ്പി എനിക്കും ഷിനുവിനും ഒരു ഐസ്ക്രീം വെറൈറ്റി ഫുഡ് കോർട്ടിൽ നിന്ന്, പിന്നെ ചന്തുപ്പിക്കും കാർത്തികയ്ക്കും വേറെ. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഷിനു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കാർത്തിക, ദെൻ ജംസിൻ്റെ അത് ചന്തുപ്പി. അപ്പോൾ ചന്തുപ്പി എന്ന് പറയുന്നതിന് കാരണം ആ ക്ലാസ്സിൽ ചന്തുപ്പിയും വേറെ ചന്തു പത്മനാഭനും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചന്തുപ്പിന്ന് ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കഴിച്ച് നമ്മൾ പിന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കുറേ നേരം. ഇരുന്ന് കഴിച്ചു തരുന്നിട്ട് മണിക്കൂറോളം പിന്നെ കാര്യം പറഞ്ഞു. ഷീനു പേടിച്ച് നോക്കുന്നില്ല. ഷീനുവിന് കുറച്ചെടുത്ത് ഷീനു പറഞ്ഞ് ഷിനു നിന്നത് വേട്ടമൃഗം. പക്ഷെ നമ്മൾ ഹേർട്ടാവുന്ന രീതിയിലല്ല കേട്ടോ കാര്യം പറയുന്നതൊക്കെ. നമ്മൾ അവൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കാര്യം പറയത്തുള്ളൂ. നമുക്കറിയില്ല, നമ്മൾ കുഞ്ഞിലെ മുതലേ കാണുന്ന ഒരാളെന്ന രീതിയിലും. പക്ഷെ നല്ല ആൾക്കാർ തമ്മിൽ മാറും, അതൊക്കെ വേറെ സത്യമാണ്. പക്ഷെ അവൾ ഹേർട്ടാകുന്ന രീതിയിൽ കാര്യം പറയില്ല. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് മണിക്കൂറോളം ലുലുവിൻ്റെ പുറത്ത് നിന്ന് കാര്യം പറഞ്ഞിട്ട് 8-9 മണിയാകുമ്പോൾ വീട്ടിൽ കയറുന്നു ഞാനാണ് കേട്ടോ. അപ്പം ബ്ലോഗ് ഇവിടെ അവസാനിച്ചിട്ട്